Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asyraf rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ദാഫയുടെ വർണ്ണാഭമായ വേദിയിൽ പരിസ്ഥിതിയുടെ ഇസ്ലാമിക വായനകൾ എന്ന വിഷയത്തിൽ നിങ്ങളോട് അല്പം സംവദിക്കാം. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽപ്പെട്ട് ലോകം ഇന്ന് നട്ടം തിരിയുകയാണ്. മനുഷ്യൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളിലുള്ള വികസനമാണ് മാനവ പുരോഗതി എന്ന സമവാക്യമാണ് ഇതിനു കാരണം. തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുപരി ആർഭാടങ്ങളിലേക്ക് മനുഷ്യൻ ശ്രദ്ധ തിരിക്കുമ്പോഴുണ്ടാകുന്ന ഉപഭോഗ ശക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചതിൻ്റെ ഫലമെന്നോളം നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരുന്നു. കാട്ടാറുകളെ കയ്യേറി കാട്ടുമരങ്ങളെ കട്ടുമുറിച്ച് മരുഭൂമിയിലേക്കുള്ള വഴിയൊരുക്കുകയും സംസ്കാരത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരദേശിയുടെ വിത്ത് വിതച്ചുകൊണ്ട് ഭോഗാസക്തിയിൽ മതിമറക്കുകയും നാശം വിതക്കുകയും ചെയ്യുന്ന വർത്തമാന സമൂഹമേറെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം വൃത്തിയും വീടിൻ്റെ വൃത്തിയും മാത്രം സംരക്ഷിച്ച് സ്വാർത്ഥതയുടെ പര്യായമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ഈ അപകടത്തിലേക്കാണ് നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സംരക്ഷണവും പരിപാലനവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ പൂർവികർ ദാനം തന്നതല്ല ഈ ഭൂമി, മറിച്ച് നമ്മുടെ ഇളം തലമുറയിൽ നിന്ന് കടം വാങ്ങിയാണെന്ന ബോധത്തോടു കൂടി വേണം നമ്മളിവിടെ ജീവിക്കാൻ. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് എന്നും പ്രകൃതിയിലുണ്ട്. അത്യാഗ്രഹത്തിനൊട്ടില്ലതാനും പരിസ്ഥിതിയുമായുള്ള സന്തുലന സമ്പർക്കം ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, സമൂഹത്തിൻ്റെ കടമയാണ്. ഇവിടെയാണ് ഇസ്ലാം മാതൃകയാകുന്നത്, പ്രവാചകാധ്യാപനങ്ങൾ വഴികാട്ടുന്നത്. ഇസ്ലാമും പരിസ്ഥിതിയുമായുള്ള അഭേദ്യമായ ബന്ധത്തെ അനാവരണം ചെയ്യുമ്പോൾ സുവ്യക്തമാകുന്ന ഒരു കാര്യം, കാലികമായ പരിസ്ഥിതിക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭീഷണികളെ പഴുതടച്ച് പ്രതിരോധിച്ച് പരിസ്ഥിതിയുടെ രക്ഷക റോളിൽ അവതരിക്കാൻ ഇസ്ലാമിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. നമ്മുടെ ഭൂമിയെ ഹരിതാപമാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായി നമുക്ക് കാണാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി നസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ത്യനാൾ വന്നെത്തുന്ന നേരം ഒരാളുടെ കയ്യിൽ വിത്തുണ്ടെങ്കിൽ അത് അയാൾക്ക് സാധിക്കുമെങ്കിൽ കുഴിച്ചിടട്ടെ. മനുഷ്യനാഗമനം അല്ലാഹുവിലേക്ക് ഉയരപ്പെടുമെന്ന് ഉറപ്പായിട്ടും പ്രകൃതിയോടും ഭൂമിയോടും മനുഷ്യൻ്റെ കടമയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം നാം ഭൂമിയെ സ്നേഹിക്കണമെന്നർത്ഥം. മറ്റൊരു ഹദീസിൽ പ്രവാചകർ പറയുന്നുണ്ട്, ഒരു വിശ്വാസി ഒരു ചെടി നടുകയോ കൃഷി നടത്തുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ദാനധർമ്മങ്ങളിൽ എണ്ണപ്പെടും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അതിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാലും ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാലും അതെല്ലാം അവൻ്റെ പുണ്യമായി രേഖപ്പെടുത്തുമെന്നാണ്. ഭൂമിയോടും പരിസ്ഥിതിയുമോടും ഒരു വിശ്വാസിക്ക് എത്രമാത്രം ബന്ധമുണ്ടാവണമെന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നാം വിത്തിട്ട് വളമിട്ട് വലുതാക്കിയ മരങ്ങളിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്നർത്ഥം. സത്യമതത്തിൻ്റെ പ്രചരണാർത്ഥം യുദ്ധത്തിനിറങ്ങുന്ന വിശ്വാസത്തിൻ്റെ വൈകാലിക നിമിഷങ്ങളിൽ പോലും ഫലസമൃദ്ധമായ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കരുതെന്നും നിരപരാധികളെ വാളിനിരയാക്കരുതെന്നും പ്രവാചകരും അവിടെയുള്ള ഖലീഫമാരും പ്രത്യേകം നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു. പ്രകൃതിയുടെ പ്രാണരക്ഷാർത്ഥമുള്ള നിലവിളികളോട് പിതൃബോധത്തോടെ പ്രതികരിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തവനാണവൻ. പ്രകൃതി സംവിധാനങ്ങളിൽ വരുന്ന പാകപ്പിഴവുകളെ ദീർഘദൃഷ്ടിയോടെ കണ്ടറിഞ്ഞ് ഫലവത്തായ പ്രതിവിധി അവന് നിശ്ചയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഖിലാഫത്ത് പൂർത്തിയാകുന്നത്. കാരണം പരിസ്ഥിതി ദൈവിക വരദാനമാണ്. പരിസ്ഥിതിയുടെ സ്വച്ഛന്തമായ നിലനിൽപ്പാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. സമകാലിക ലോകവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.